ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫോറസ്കിൻ സംബന്ധമായ ചികിത്സകളിൽ പലരും വന്ന് സ്കിൻ ഇരിക്കണോ ഇല്ലാതിരിക്കണോ എന്നതാണ് നല്ലത്. ഫോറസ്കിൻ സർജറി ചെയ്യിക്കണോ വേണ്ട എന്നുള്ള സംശയത്തിലാണ് പലരും. മരുമികം റേഡിയ എന്നത് തീർച്ചയായും ഒരു വലിയ സർജറി അല്ല എങ്കിലും പലർക്കും ഒരു സംശയത്താൽ ഫൈമോസിസ് ഫോറസ്കിൻ വെച്ച് വെക്കണോ വേണ്ടയോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാകും. ഈ വീഡിയോയിൽ തീർച്ചയായും ഫോറസ്കിൻ ഉണ്ടെങ്കിൽ എന്തെല്ലാം ഗുണങ്ങൾ, ഇല്ലെങ്കിൽ എന്തെല്ലാം ഗുണങ്ങൾ, അതിന്റെ ദോഷങ്ങൾ എന്തെല്ലാം ഉണ്ടാകും എന്നതിനെക്കുറിച്ച് നോക്കാം. അഗ്രചർമ്മം എന്താണ് എന്നാണ് പലരും ചോദിക്കുന്നു. ഫോറസ്കിൻ പുരുഷന്മാരുടെ പുരുഷാവയവത്തിൽ കാണുന്ന മുന്തോൽ ഭാഗമാണ്. ദൈവം ഇത് എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ സാധാരണയായി പെനിസ് ഗ്ലാൻസ് എന്ന ഭാഗത്ത് വളരെ സെൻസിറ്റീവ് ആയ നർവ് എൻഡിങ്സുകൾ ഉണ്ടാകും. ലൈംഗിക ആനന്ദത്തിനായാണ് ആ ഘടകങ്ങൾ ഉള്ളത്. അതിനാൽ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അതിനാലാണ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിനാലാണ് ഗ്ലാൻസ് പെനിസിന്റെ മുകളിൽ ഭാഗം പൊതിഞ്ഞ് ഫോറസ്കിൻ അവിടെ ഉണ്ടാകുന്നത്. അതിനാൽ പലർക്കും വിവിധ കാരണങ്ങളാൽ ഈ ഫോറസ്കിൻ പ്രശ്നം സൃഷ്ടിക്കാം. ഉദാഹരണത്തിന് ഒരു മൂത്രനാളത്തിലെ അണുബാധ ഉണ്ടാകാം, അല്ലെങ്കിൽ കോണ്ടാക്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടാകാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനുകൾ വരാം, ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ വരാം, കാൻസറുമായി ബന്ധം ഉണ്ടാകാം. തരത്തിലുള്ള പല കാരണങ്ങളാലും ആ ഫോറസ്കിൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാം. അതിനാൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഫൈമോസിസ് ഫോറസ്കിൻ നീക്കം ചെയ്യണോ വേണ്ടയോ എന്നത് പലർക്കും ഒരു സംശയമായിരിക്കും. ഇത് സ്ഥിരമായ ഒരു പരിഹാരമാണോ? വീണ്ടും വീണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമോ എന്നതും ഇതുപോലെയുള്ള സംശയങ്ങൾ ഉണ്ടാകും. അതിനാൽ ഈ വീഡിയോയിൽ നമുക്ക് എന്തെല്ലാം ലാഭങ്ങൾ ഉണ്ടെന്നത് ആദ്യം നോക്കാം. അതിനുശേഷം ദോഷങ്ങൾ നോക്കാം. ആദ്യത്തെ ലാഭം, ഫോറസ്കിൻ ഇല്ലെങ്കിൽ നമ്മുടെ ട്രാക്ട് ഇൻഫെക്ഷൻ നിരക്ക് വളരെ കുറയുന്നു. മൂത്രവാഹിനി ഇൻഫെക്ഷൻ പലപ്പോഴും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഫോറസ്കിൻ മുഴുവൻ മൂടിയിരിക്കുമ്പോൾ നാം മൂത്രം ഇച്ചതിനു ശേഷം നന്നായി കഴിയാതെ ആ മൂത്രം ഗ്ലാൻസും ഫോറസ്കിനും ഇടയിലുള്ള കാലക്രമേണ ഒരു ഇരം ക്രമേണ വന്നു കൂടിക്കൊണ്ടേയിരിക്കും. ഇൻഫെക്ഷനായി മാറാം. ഈ ഇൻഫെക്ഷനു പ്രധാന കാരണം ഒരു മൂത്രവാഹിനി ഇൻഫെക്ഷൻ ആയിരിക്കും. ഇനിയും ഷുഗർ രോഗികൾക്കും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ കൂടുതലായി വരാം. അതിനാൽ അങ്ങനെ വരുമ്പോൾ ഈ ഇൻഫെക്ഷൻ നിരക്ക് വളരെ കൂടുതലായിരിക്കും. ഇതിൽ കൂടി ചേർക്കാൻ വേണ്ടി നമ്മുടെ ഫോറസ്കിന് ഉള്ള ഗ്ലാൻസിൽ സ്മെഗ്മ എന്ന ഒരു ദ്രാവകം ഉണ്ടാകും. സ്വാഭാവികമായും സിക്രീറ്റ് ചെയ്യുന്ന ആ സ്മെഗ്മയും ഈ മൂത്രവും ഇൻഫെക്ഷനും ഒന്നിച്ചു ചേർന്ന് അതിഭയങ്കരമായ ഒരു ഇൻഫെക്ഷൻ നിരക്ക് ആ ഭാഗത്ത് വരുത്തും. അതിനാൽ ഫോറസ്കിൻ നീക്കം ചെയ്താൽ മൂത്രവാഹിനി ഇൻഫെക്ഷൻ നിരക്ക് വളരെ കുറയും. അടുത്ത പ്രധാനമായ ഫോറസ്കിൻ നീക്കം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന മറ്റൊരു ഗുണം സെക്സ്വലായി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുടെ പകർച്ച വളരെ കുറയുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ പലപ്പോഴും ഈ ലൈംഗിക രോഗങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ ലൈംഗിക രോഗങ്ങൾ ഫോറസ്കിൻ ഉണ്ടായിരിക്കുമ്പോൾ ആ ഭാഗത്ത് സെക്സ്വൽ കോണ്ടാക്ട് ഉണ്ടായതുകൊണ്ട് അതിനുശേഷം ആ ചർമ്മത്തിന്റെ അകത്തളത്തിലേക്ക് പോയി അത് അവിടെ വളരാൻ അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിനാൽ ഫോറസ്കിൻ നീക്കം ചെയ്തവർക്ക് തീർച്ചയായും ഫോറസ്കിൻ നീക്കം ചെയ്യാത്തവരെക്കാൾ സെക്സ്വലായി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അടുത്തത് പ്രധാനപ്പെട്ടത്, ഫോറസ്കിൻ നീക്കം ചെയ്തവർക്ക് കാൻസർ വരാനുള്ള പ്രശ്നം വളരെ കുറവാണെന്ന് പല ഗവേഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇത് കാൻസറിന് പരിഹാരമായ പ്രധാന കാരണം ഇതാണ്. സ്മെഗ്മ എന്നത് നമ്മുടെ ചർമ്മത്തിലേക്കും അഗ്രചർമ്മത്തിലേക്കും വന്ന് സ്വാഭാവികമായി ശ്രവിക്കുന്നതാണ്. അകത്തേക്ക് മുന്തോലിന്റെ അകത്തേക്ക് സെഡിമെന്റ് ആയി അങ്ങനെ മാവ് പോലെ വെള്ള നിറത്തിലുള്ള പദാർത്ഥമായി ഉണ്ടാകും. അതിനാൽ ഇത് മുന്തോൽ ചുരുങ്ങി ഇരിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിത്യമായി ശുചീകരിക്കാത്തവർക്കും കാലക്രമേണ കൂടുതലാകും. കൂടി അത് ഇറിറ്റേഷൻ ഉണ്ടാക്കി കാൻസർ പോലുള്ള അവസ്ഥയിലേക്ക് മാറാം. ഇതിനു പുറമെ മറ്റു ചില ഇൻഫെക്ഷനുകളും അങ്ങനെ പല കാരണങ്ങളാലും ജന്തുമകതകൾക്ക് വരാം. അതിനാൽ ഘടന നീക്കം ചെയ്തവർക്കും ജന്തുമകതകൾക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വോൾവിൻസൈറ്റ് നീക്കം ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ നോക്കിയാൽ, അതായത് ഒരു വളരെ രാധേയത അവസ്ഥയിലേക്ക് എത്തും. കൂടുതലായി വോൾവിൻസൈറ്റ് നീക്കം ചെയ്യാത്തവർക്ക് ദൈവത്തിന്റെ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. ആയിരിക്കും. അതിനാൽ വിടവമാൽ ഏർപ്പെടുമ്പോൾ തന്നെ ഉടൻ തന്നെ വലിയൊരു സ്ഖലനത്തിന് മുമ്പ് രതിമൂർച്ച നേടുകയും സ്ഖലനം നടത്തുകയും ചെയ്യുക വരുന്നുണ്ട്. അതിനാൽ ഘടന നീക്കം ചെയ്താൽ ആ സെൻസിറ്റിവിറ്റി ലെവൽ കുറച്ച് ഒരു തൻതേക്ക അവസ്ഥയിൽ ആയിരിക്കും. അതിനാൽ ലയമേധ ഉണ്ടാകുമ്പോൾ ദീർഘകാലം മൃതമേൽ ഏർപ്പെടാനുള്ള ഇത് തീർച്ചയായും നിങ്ങളുടെ അഗ്രചർമ്മം നീക്കം ചെയ്യാനുള്ള അവസരമാണ്. ചെയ്യുന്നവർക്ക് പോലും വളരെ നല്ല രീതിയിൽ കമൻഡേഴ്സ് ചെയ്യാൻ കഴിയും. അവർ എല്ലാ തവണയും വന്ന് ലിംഗത്തിന്റെ അറ്റം പ്രത്യേകമായി വൃത്തിയാക്കും. ഉദ്ദേശ്യം ഇല്ലെങ്കിലും എതിരെ ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായി ആ ഭാഗങ്ങൾ പൂർണ്ണമായും കഴുകി വളരെ ഉയർന്ന രീതിയിൽ ശുചിത്വം നിലനിർത്താൻ കഴിയും. വളരെ വളരെ പ്രധാനമാണ്. അതിനാൽ ഈ തരത്തിലേക്ക് നീക്കം ചെയ്തവരുടെ ശുചിത്വപരമായി അത് നല്ലതല്ലെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തതായി വരുന്നത് ഈ അഗ്രചർമ്മമാണ്.
ഉണ്ടാകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഉദാഹരണത്തിന് പറയാൻ പോയാൽ ദൃഢത കെട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. നമ്മൾ നനിയ ഏർക്കരുത എന്ന് പറയും. ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ ചില സമ്മാനത്തിന് ഇടവരൻ സംഭവിക്കുന്നതിൽ കടലത പിന്നിൽ പോയില്ല. പ്രദേശത്തുള്ള കഴുത്ത് ഭാവത്ത് കുടുങ്ങി വീർപ്പുകൾ ഉണ്ടാകാം. അതിനാൽ വളരെ പ്രായം നമ്മൾ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ ആളുകൾ എളുപ്പത്തിൽ വന്ന് ലിംഗത്തിന്റെ അഗ്രം കഴുകും ചെയ്യും. വളരെ പ്രായമായവർ അത് സ്ഥിരമായി ചെയ്യുന്നത് ഒഴിവാക്കും. ആ സാഹചര്യത്തിൽ ഒരു ഫൈമോസിസ് വരുന്നത് ഒഴിവാക്കാം. ഇത്തരത്തിലുള്ള സങ്കീർണത അഗ്രചർമ്മം ഇല്ലെങ്കിൽ അഗ്രചർമ്മ രോഗങ്ങളെല്ലാം നമ്മെ തേടി വരും. ഒഴിവാക്കാൻ കഴിയും. ഡോക്ടർ ഇത്രയും ഗുണങ്ങൾ തരുന്നത്. പിന്നെ തീർച്ചയായും അഗ്രചർമ്മം നീക്കം ചെയ്യുക. പ്രശ്നങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ കൂടുതലായും ഇല്ല. പക്ഷേ എങ്കിലും ഈ വീഡിയോ റെക്കോർഡിങ്ങിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അഗ്രചർമ്മം നീക്കം ചെയ്യുന്നതുകൊണ്ട് ചില വളരെ അപൂർവമായ സാധ്യതകൾ എന്തെന്നാൽ ആദ്യത്തെ കുറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചിലരിൽ അത് വളരെ കുറവാണെങ്കിൽ ആ ലൈംഗിക ഉത്തേജനം വളരെ വേഗത്തിൽ വരും. കുറയാം. ഇത് വളരെ അപൂർവമായ ഒരു പ്രശ്നമാണ്. അതുപോലെ ചിലർക്കു ഉറിനറി ദ്വാരം എന്ന് പറയാം. ആ ഉറിനറി ദ്വാരം ചിലർക്കു വളരെ താഴെ ഭാവത്തായിരിക്കും. അത്തരക്കാർക്ക് എന്ത് ചെയ്യും എന്നാൽ കുട്ടികൾക്ക് വലിയവരാകുമ്പോൾ ദുരിതമേൽ ഇരിക്കുക ബുദ്ധിമുട്ടായിരിക്കും. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആ രോഗത്തിന് ചികിത്സ ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഫോറസ്കിൻ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതിനാൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അത് നീക്കം ചെയ്താൽ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയാതെ പോകും. അതിനാൽ ഹൈപ്പോസ്പാഡിയ ശസ്ത്രക്രിയകൾ ചെയ്യാൻ കഴിയാതിരിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാം. അതിനാൽ ഇതും നമുക്ക് ഡോക്ടറെ മുൻകൂട്ടി കാണാം. ചെയ്താൽ അവർ തന്നെ നമുക്ക് മാർഗനിർദ്ദേശം നൽകും. അതിനുശേഷം ഫോറസ്കിൻ നീക്കം ചെയ്യുന്നതിന്റെ വളരെ അപൂർവമായ ഒരു പ്രശ്നം ശസ്ത്രക്രിയയുടെ സങ്കീർണതകളാണ്. അതായത് ഒരു വേദനയാകാം, രക്തസ്രാവം ഉണ്ടാകാം. അതിന്റെ ഫലങ്ങൾ ശരിയായി വരാതിരിക്കാൻ സാധ്യതയുണ്ട്. ശസ്ത്രക്രിയ കഴിഞ്ഞ് വിരേംതേട ഉണ്ടാകുമ്പോൾ മുറിവ് ഉണ്ടാകാം. ഇത്തരത്തിലുള്ള വളരെ വളരെ അപൂർവമായ സങ്കീർണതകൾ ഉണ്ടാകാം. അതിനാൽ ഈ 3 ദോഷങ്ങളാണ് നാം മനസ്സിൽ വെച്ചിരിക്കണം. പക്ഷേ ഇവ മൂന്നുമാണ് ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ. അതിനാൽ ഈ വീഡിയോയിൽ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഫോറസ്കിൻ ടൈറ്റനിങ് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും കുറിച്ച് വളരെ വിശദമായി നാം കണ്ടു. ഈ വീഡിയോ ആളുകളിലേക്ക് ഷെയർ ചെയ്യൂ. ആരോഗ്യ ജീവിതത്തിന് ആശംസകൾ നേരുന്നു.